നമ്മുടെ സമൂഹത്തിൽ കുറച്ച് മുൻപേ വളരെയധികം ഡിസ്കസ് ചെയ്തൊരു ഒരു ചർച്ചാ വിഷയമായിരുന്നു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സമത്വം, ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന പല ആളുകളും ചൂണ്ടിക്കാട്ടുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇസ്ലാമിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും സമത്വം നൽകാത്തത്? അപ്പം സ്ത്രീക്കും പുരുഷനും സമത്വം നൽകാത്തതിൽ ഇസ്ലാമിൻ്റെ ഒരു യുക്തി എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് സഹോദരി ചോദിച്ചത്. അത് ഏത് വിഷയത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ മാത്രമേ ആ രീതിയിൽ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. ആണും പെണ്ണും സമമായ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ ഇസ്ലാം സ്ത്രീയെയും പുരുഷനെയും സമന്മാരായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരായ മേഖലകളുണ്ട്. അത് നമ്മൾ ഒരു അന്ധമായ വളരെ കാൽപ്പനികമായ ഒരു സമത്വവാദം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സങ്കീർണതയല്ല അത്. നമ്മൾക്കറിയാം, ആണും പെണ്ണും മനുഷ്യർ എന്നുള്ള നിലക്ക് ഒരേപോലെയാണ്. ആണും പെണ്ണും അവർ രണ്ടുപേരും വിശ്വാസം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്നവരാണ്, പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്നവരാണ്. രണ്ടുപേരും ഒരേപോലെയായ ശാരീരികവും മാനസികവും ജൈവികവുമായ ഒരുപാട് സവിശേഷതകൾ രണ്ടു കൂട്ടർക്കുണ്ട്. അതേസമയം അങ്ങനെ അല്ലാത്തതുണ്ട്, അങ്ങനെ അല്ലാത്തതും ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അത് എത്ര വലിയ ഫെമിനിസ്റ്റുകൾക്കും നിഷേധിക്കാൻ പറ്റൂല. കാരണം നമ്മൾക്കറിയാം, ഈ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവര് ബയോളജി അല്ലെങ്കിൽ സയൻസ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും സോഷ്യൽ സയൻസ് വളരെ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബയോളജി തീരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ കാരണം, ജീവശാസ്ത്രപരമായി ശരീരശാസ്ത്രപരമായി ചില രംഗങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരാണ്. മാനസികമായി വ്യത്യസ്തരാണ്, ലൈംഗികമായി വ്യത്യസ്തരാണ്. വ്യത്യാസമുള്ള ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായും ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം നിയമനിർമ്മാണം. ആ മേഖലകളിലുള്ള നിയമനിർമ്മാണം ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം. ഇപ്പോൾ നമുക്കറിയാം, ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുസ്ഥലത്ത് വരുന്ന സമയത്ത് അവരുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ് സ്ത്രീക്ക് ഇസ്ലാം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള വസ്ത്രധാരണം. അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്ര അളവിൽ ഉള്ള ഒരു വസ്ത്രധാരണം പുരുഷന് നിർബന്ധമായി ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു പുരുഷന്റെ ശരീരം വെളിപ്പെടുന്നതും ഒരു സ്ത്രീയുടെ ശരീരം വെളിപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് കാണുന്ന, അതായത് ഒരു പുരുഷന്റെ ശരീരം ഒരു പെണ്ണ് ഈ രീതിയിൽ കാണുന്നതും അതേസമയം ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആ രീതിയിൽ ഒരു പുരുഷന് മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പെണ്ണിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും പുരുഷനിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും വ്യത്യാസമുണ്ട്. രണ്ടാളുടെയും ശരീരങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസത്തിനെ പരിഗണിക്കണം. വ്യത്യാസത്തിനെ പരിഗണിച്ചുകൊണ്ട് വേണം നിയമങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം എടുത്താൽ ചില മേഖലകളിൽ സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ജൈവികമായ മാനസികമായ ശാരീരികമായ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളെ ആർക്കും നിഷേധിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നവനാസ്തികർക്ക് പോലും നിഷേധിക്കാൻ കഴിയൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവർ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ സയൻസിൽ ഒരു അടിത്തറയുള്ള ആരും നിഷേധിക്കാത്ത കാര്യങ്ങളാണ് അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാത്ത രീതിയിൽ ഒരു അനീതി, അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിന്റെ പുറത്തല്ലാതെ പെണ്ണിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിനേക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ സൃഷ്ടിപരമായി അസ്തിത്വപരമായി ആത്മീയമായി എന്തോ അധമത്വമുള്ള ഒരാളാണ് എന്ന അർത്ഥത്തിൽ സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇസ്ലാമിൽ ഇല്ല. അതുണ്ടാകൂല. കാരണം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ അവരുടെ ദൗത്യങ്ങളിൽ പ്രതിഫലിക്കുന്നു, അവർക്കുള്ള നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് പ്രതിഫലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത തരത്തിലുള്ളൊരു വിവേചനം ഇസ്ലാമിലില്ല. അത് ഇക്വാലിറ്റി അല്ല, യഥാർത്ഥത്തിൽ ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് ഇസ്ലാമിലുള്ളത്. പലപ്പോഴും ആണിനും പെണ്ണിനും ഒരേ നിയമം ചില രംഗങ്ങളിൽ കൊടുത്താൽ അത് പെണ്ണിനോടുള്ള അതിക്രമമായിരിക്കും, പെണ്ണിനോടുള്ള ക്രൂരതയായിരിക്കും. അത് ആ രീതിയിലുള്ള സൗകര്യങ്ങളും വ്യത്യാസങ്ങളും പലപ്പോഴും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത്.